ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ഫൈനൽ അക്കൗണ്ടിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളോട് വിവരിക്കുന്നത്. അതായത് പ്രോഫിറ്റിൽ നിന്നും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്നും 1% കമ്മീഷനിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ പറയുന്നത്. ഒരു കമ്പനിയിലെ മാനേജർക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% or 5% ആയിരിക്കും കമ്മീഷനായിട്ട് കൊടുക്കുന്നത്. അത് ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ച്, ഇപ്പോൾ 1,00,000 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എങ്കിൽ അത് 2% കമ്മീഷനെങ്കിൽ 1,00,000 × 2/100. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് സപ്പോസ് 2,000 ആണെങ്കിൽ ആ 2,000 റുപ്പീസ് രണ്ടിടത്തായിട്ട് വേണം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതായത് കമ്മീഷൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 2%-ആയ 2,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതണം. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ കമ്മീഷൻ ടു മാനേജർ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. അപ്പം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ കമ്മീഷൻ കുറച്ചതിന് ശേഷം, അപ്പോൾ 1,00,000 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എങ്കിൽ 2,000 റുപ്പീസ് അവിടുത്തെ കമ്മീഷനാണ്. ആ കമ്മീഷൻ കുറച്ച് കിട്ടുന്ന ബാലൻസ് വേണം ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതാൻ. എന്നിട്ട് ആ 2,000 റുപ്പീസ് പ്രോഫിറ്റിൽ നിന്ന് പോയത് സെപ്പറേറ്റ് കാണിക്കണം. കമ്മീഷൻ ടു മാനേജർ എന്നും പറഞ്ഞ് അത് സെപ്പറേറ്റ് ലയബിലിറ്റി സൈഡിൽ എഴുതണം. അപ്പോൾ അതിന് ഡബിൾ ഇഫക്റ്റായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും എഴുതണം. ഇത്രയുമാണ് ഈ കമ്മീഷൻ ടു മാനേജറുടെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആണ് ഞാൻ പുതിയൊരു ചാനലാണ് എൻ്റേത്. അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ കമ്മീഷൻ ടു മാനേജർ എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ്. അതായത് 2% ആണ് 2/100 ഇടണം. ദാറ്റ് ഈസ് 1,00,000 × 2/100. അതിൻ്റെ ഇക്വേഷനാണ് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. അതായത് 2/100 or 5/100 എത്ര ശതമാനമാണോ പറയുന്നത് അതായിരിക്കും കമ്മീഷൻ. അപ്പോൾ ഡബിൾ ഇഫക്റ്റാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ കമ്മീഷൻ കുറച്ചുള്ളത് എഴുതണം. നെറ്റ് പ്രോഫിറ്റിൻ്റെ തൊട്ട് താഴെ കമ്മീഷൻ പ്രത്യേകം എഴുതണം. ഇപ്പോൾ 98,000 രൂപയാണ് ഈ 2,000 കുറച്ചതിന് ശേഷം ഉള്ളെങ്കിൽ ആ 98,000 രൂപ 98,000 റുപ്പീസ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടും 2,000 റുപ്പീസ് കമ്മീഷനായിട്ടും എഴുതി കഴിയുമ്പോൾ രണ്ടും കൂടെ കൂട്ടി 1,00,000 രൂപ നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. വെറും സിമ്പിളാണ്. അപ്പോൾ കമ്മീഷൻ ടു മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ആ വർഷത്തെ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ ലാഭത്തിൽ നിന്നും മാനേജർക്ക് കമ്മീഷൻ കൊടുക്കുന്നതാണ്. അതിന് ഞാൻ പ്രത്യേക ഒരു ഫോമിൽ അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കി യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കാണുകയും ഇതെല്ലാവരും കേൾക്കുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.